ഭാരതത്തിൻ്റെ നിഗൂഢതയിൽ മഞ്ഞയും തവിട്ടും കറുപ്പും വരകൾ തേടി കണ്ണുകൾ പരതുമ്പോൾ ആ നിറങ്ങൾക്ക് ലോകം ഒരു പേരിട്ടു. തൻ്റെ മുന്നിൽ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും കുലുങ്ങാത്ത കൂസാത്ത ഭാരതത്തിൻ്റെ ദേശീയ മൃഗം, ജീവിതം മുഴുവൻ ഒറ്റയ്ക്ക് പോരാട്ടം നടത്തുന്ന കാടിൻ്റെ യഥാർത്ഥ രാജാവ് കടുവ. കടുവകളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ കടുവകളുടെ റാണിയായ, ഒരു കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന, ഇന്ത്യയിലെ ഏറ്റവും സുന്ദരിയായ, ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ പകർത്തപ്പെട്ട ഒരു കടുവയെക്കുറിച്ച് പറയാതെ വയ്യ. മച്ചിലി എന്ന കടുവ റാണിയുടെ കഥയാണ് ഇത്. കഥയല്ല, ജീവിതമാണ്. രാജ്യത്ത് ജീവിച്ചിരുന്ന കടുവകളുടെ റാണിയുടെ ജീവിത കഥയാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ജീവിത പോരാട്ടം നടത്തിയ ഒരു റോയൽ ബംഗാൾ കടുവയുടെ ജീവിതമാണ്. രൺതൻബോറിലെ കാടുകളിൽ ജീവിച്ചിരുന്ന ഈ കടുവയുടെ അതിശയിപ്പിക്കുന്ന, ആകാംക്ഷ ജനിപ്പിക്കുന്ന ജീവിത കഥയാണിത്. അവളുടെ ജനനം കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സംരക്ഷിത വനമേഖലയിലാണ്. 1996 മെയ് മാസത്തിൽ പിറന്ന ഈ പുലിക്കുട്ടി അനവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് തൻ്റെ കുട്ടിക്കാലം മുന്നോട്ട് കൊണ്ടുപോയത്. ആ കാലഘട്ടങ്ങളിൽ കടുവയെ വേട്ടയാടി പിടിച്ചിരുന്ന കാലമായി. ഈ കടുവകളുടെ പല്ലിനും നഖത്തിനും തോലിനും വേണ്ടി മനുഷ്യന്റെ അതിമോഹത്തിനിടയ്ക്ക് ഈ കുട്ടിക്കടുവ ഒരുപാട് പൊരുതിയിട്ടുണ്ടാവാം. സംരക്ഷിത വനമേഖലയിൽ പാർക്ക് അധികൃതരുടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞ ഇവൾ തൻ്റെ കുട്ടിക്കാലം പലതിനോടും പൊരുതിയാണ് ജീവിതം മുന്നോട്ട് നയിച്ചത്. എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത പുലർത്തിയിരുന്ന ഇവൾ തൻ്റെ ശരീരത്തിലുള്ള വരകളിലും വ്യത്യസ്തയായിരുന്നു. മുഖത്ത് മത്സ്യത്തിൻ്റെ രൂപസാദൃശ്യമുള്ള ഈ കടുവക്കുട്ടിയെ പാർക്ക് അധികൃതർ മച്ചിലി എന്ന് പേരിട്ടു. മച്ചിലി എന്നാൽ മത്സ്യം എന്നർത്ഥം. മത്സ്യത്തിൻ്റെ രൂപസാദൃശ്യമുള്ള വരകളുള്ള കടുവക്കുട്ടിക്ക് അങ്ങനെ മച്ചിലി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. പാർക്ക് അധികൃതരുടെ സംരക്ഷണയിൽ കഴിയുന്ന വിരലിൽ എണ്ണാവുന്ന കടുവകളിൽ ഒന്നായിരുന്നു ഈ കടുവക്കുട്ടി. രൺതൻബോർ ഒരു കടുവ സംരക്ഷണ മേഖലയാകുന്നതിന് മുമ്പ് കാലഘട്ടങ്ങളിൽ രാജഭരണവും കൊട്ടാരങ്ങളും കോട്ടയും എല്ലാമായി നാടുവാണിരുന്ന രാജാക്കന്മാരുടെ കാലം. ആ കാലഘട്ടത്തിന് ശേഷം കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ക്ഷയിച്ച് കാടെടുത്തു. കാടുകയറിയ പല ക്ഷേത്രങ്ങളിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും പൂജാകർമ്മങ്ങൾ നടന്നിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് പൂജയ്ക്ക് വന്ന പൂജാരികൾ ഇവളെ ആദ്യമായി കാണുന്നത്, അതും ഇവളുടെ യൗവന കാലഘട്ടത്തിൽ. അതായത് ചെറുപ്പകാലത്തെ ചെറുത്തുനിൽപ്പിന് ശേഷം കാട് കയറിയ ഇവൾ മനുഷ്യന്റെ കൺമുമ്പിൽ വന്ന ആദ്യ ദിനം. അവൾ കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ വിരിഞ്ഞു നിവർന്ന് കിടക്കുകയായിരുന്നു. പൂജയ്ക്ക് വന്ന പൂജാരികൾ അവളെ പേടിയോടെയാണ് നോക്കിയിരുന്നത്. കാട് കയറിയെങ്കിലും അതൊരു കൊട്ടാരം തന്നെയായിരുന്നു. ആ കൊട്ടാരത്തിലെ രാജ്ഞിയായി, രൺതൻബോറിലെ കടുവകളുടെ രാജ്ഞിയുടെ ആദ്യ ദർശനം ഇങ്ങനെയാണ്. നല്ല തലയെടുപ്പും ഗാംഭീര്യമുള്ള ഈ കടുവയുടെ നോട്ടം പൂജാരികളിൽ പേടി ജനിപ്പിച്ചുവെങ്കിലും
അവൾ അവർക്ക് ഒരു ശല്യവുമാകാതെ മാറിക്കിടന്നു. പൂജയ്ക്കായി ക്ഷേത്രത്തിൽ വന്ന ഒരാളെ പോലും മച്ചിലി ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. പിന്നീട് പലപ്പോഴും ഈ കൊട്ടാര ക്ഷേത്രത്തിനും അരികിൽ മച്ചിലിയുടെ സാന്നിധ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പൂജകൾ നടത്താൻ വന്ന പൂജാരികളെ ഒന്നും ഇവൾ മൈൻഡ് ചെയ്തു പോലുമില്ല. അവർക്കൊരു ശല്യം പോലും ഉണ്ടാക്കിയില്ല. കാലം കടന്നു പോകുന്ന വേളയിൽ അവളും അമ്മയായി. ആദ്യ പ്രസവത്തിൽ 3 കുട്ടികൾക്ക് ജനനം നൽകി. തന്നെയും തൻ്റെ കുട്ടികളെയും ആക്രമിക്കാൻ വന്ന വന്യജീവികളെയെല്ലാം മച്ചിലി തുരത്തി ഓടിച്ചു. ഒരിക്കൽ തൻ്റെ കുട്ടികളെ ആക്രമിച്ച് ഭക്ഷിക്കാൻ വന്ന മുതലയെ, ഏകദേശം 14 അടി നീളമുള്ള മുതലയെ മച്ചിലി കടിച്ചു കീറുമ്പോൾ രൺതൻബോർ വനത്തിലെ കടുവകളുടെ റാണിപ്പട്ടത്തിലേക്ക് മച്ചിലി തനിയെ നടന്നു കയറുകയാണ്. തന്നേക്കാൾ ഇരട്ടി വലുപ്പമുള്ള ആൺകടുവകളെ പോലും മച്ചിലി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ തുരത്തി ഓടിച്ചിട്ടുണ്ട്. അവളുടെ കഥ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കിടക്കുന്ന സമയത്ത് മെയ്റ്റിംഗ് അനുവദിക്കാത്ത മച്ചിലി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചത് ആൺകടുവകളോട് പൊരുതിയാണ്. അതിൽ മച്ചിലിക്ക് തൻ്റെ ഒരു കണ്ണുപോലും നഷ്ടമായിട്ടുണ്ട്. രൺതൻബോറിലെ കൊട്ടാര പരിസരത്തെ സ്ഥിരം സാന്നിധ്യമായി ഈ കടുവ റാണി ഒരിക്കലും മനുഷ്യനെ ആക്രമിച്ചിരുന്നില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളുള്ള ഒരു കടുവ കൂടിയാണ് മച്ചിലി. രാജ്യം മച്ചിലിയെ ആദരിച്ചത് തപാൽ സ്റ്റാമ്പ് ഇറക്കിയാണ്. അവളുടെ പേരിൽ ഒരുപാട് വീഡിയോ ചിത്രീകരണങ്ങൾ നടന്നിട്ടുണ്ട്. നാഷണൽ ജിയോഗ്രഫിക്, ഡിസ്കവറി പോലുള്ള ഒരുപാട് ചാനലുകളിൽ ഇവരുടെ ഡോക്യുമെന്ററികളും വന്നിട്ടുണ്ട്. ഇവളുടെ പേരിൽ രാജ്യം നേടിയ സമ്പത്ത് കോടാനുകോടിയാണ്. ഏകദേശം 10 മില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിൽ ആണ് ഇതെന്ന് പറയപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന കടുവ എന്ന പേരും ഇവൾക്ക് തന്നെയാണ്. തൻ്റെ ജീവിത വഴിയിൽ മച്ചിലി എന്ന ബംഗാൾ റോയൽ കടുവ പൊരുതിയത് കൂടുതലും ആൺകടുവകളോടാണ്. മെയ്റ്റിംഗ് അനുവദിക്കാത്ത സാഹചര്യത്തിൽ ആൺകടുവകൾ തന്നെയും തൻ്റെ കുഞ്ഞുങ്ങളെയും ആക്രമിച്ച് ഇല്ലാതാക്കുമെന്ന ഉത്തമ ബോധ്യമുള്ള ഇവൾ അവയോട് ചെറുതായി ഒന്നുമല്ല പൊരുതിയത്. സാധാരണയായി മേറ്റിംഗ് അനുവദിക്കാത്തതിനാൽ ആൺകടുവകൾ കുഞ്ഞുങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കുകയും പെൺകടുവകൾക്ക് പരിക്കു പറ്റുകയോ അല്ലെങ്കിൽ ജീവഹാനി സംഭവിക്കുകയോ ആണ് പതിവ്. എന്നാൽ ഇവിടെ മറിച്ചാണ് നടന്നത്. തൻ്റെ കുഞ്ഞുങ്ങളെ ഒരാൾക്കും വിട്ടുകൊടുക്കാതെ അവയെ ചേർത്ത് പിടിച്ചിവൾ ആൺകടുവകളോട് പൊരുതി. ഇന്ന് രൺതൻബോറിലെ കടുവകളിൽ ഭൂരിഭാഗവും ഇവളുടെ മക്കളാണ് എന്നുള്ളതും ഈ പോരാട്ട വീരത്തിൻ്റെ യഥാർത്ഥ കഥ വെളിവാക്കുന്നു. പകരം വയ്ക്കാനില്ലാത്ത ഈ ചങ്കൂറ്റം തന്നെയാണ് എണ്ണത്തിൽ ശോഷിച്ച കടുവകളെ തിരിച്ചു കൊണ്ടുവരാൻ കാരണമായതും. മച്ചിലി മൂലം നേരിട്ടുമല്ലാതെയും 200 മില്യൺ അമേരിക്കൻ ഡോളർ നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്. പലതവണ ഇവളെ കാണാതായിട്ടുണ്ട്. എന്നാൽ വനത്തിലുള്ള ക്യാമറ ട്രാപ്പിൽ ഇവൾ പെടുമ്പോൾ അപ്പോൾ പിടിച്ച് ഇരയുമായി തലയെടുത്ത് അവൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടാകും. ഒടുങ്ങാത്ത കഥകൾ ബാക്കി നിർത്തി മച്ചിലി എന്ന റോയൽ ബംഗാൾ കടുവ മടങ്ങുമ്പോൾ രാജ്യം, സംസ്ഥാനം അവളെ പൂർണ്ണ ബഹുമതിയോടുകൂടിയാണ് ആചരിച്ചതും സംസ്കരിച്ചതും. 1996 ജനിച്ച് 2016 മച്ചിലി വിടവാങ്ങി. അവളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ തലകുനിക്കുന്നു. കൂടെ ഒന്നുകൂടെ പറയട്ടെ, മച്ചിലിയുടെ ദൃശ്യങ്ങൾ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചില ചിത്രങ്ങൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്തുന്നു.
ഞങ്ങൾ നടത്തിയ യാത്രകളിലെ ഞങ്ങളുടെ ക്യാമറകൾക്ക് മുമ്പിൽ വന്ന കടുവകളുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ അവൾക്കായി സമർപ്പിക്കുന്നു, അവളുടെ ഓർമ്മയ്ക്കായി.